നമസ്കാരം. അതിർത്തിയിൽ അതീവ ജാഗ്രതയോടെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തും ഏത് നിമിഷവും സംഭവിക്കാം എന്ന മുന്നൊരുക്കത്തിൽ സർവം സജ്ജരായി തന്നെയാണ് ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. ജമ്മുകശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകരരെ തളയ്ക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയാണ് സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കശ്മീർ ആയുധമാക്കുന്ന ഭീകരവാദികളുടെ പുതുതന്ത്രങ്ങളെ മേഖലകൾ മാറ്റിപ്പിടിക്കാനുള്ള അവരുടെ ധൃതി ഇന്ത്യൻ സൈന്യം കനത്ത ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ജമ്മുകശ്മീർ താഴ്വരയിലെ പ്രദേശങ്ങളിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് വളരെ പ്രാധാന്യത്തോടെയാണ് രാജ്യം നോക്കിക്കണ്ടത്. ഭീകരരെ തുടച്ചു നീക്കാൻ സൈന്യവും ജമ്മു പോലീസും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഭീകര ആവാസ വ്യവസ്ഥയ്ക്കെതിരായ വാളുപോലെയാണ് ജമ്മുകശ്മീർ പോലീസ് എന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ആർ സ്വെയിൻ പറഞ്ഞത്. ഇസ്രായേൽ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധങ്ങളുമായി പോലീസ് സുസജ്ജമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആയുധങ്ങളുടെ കാര്യത്തിൽ തങ്ങൾക്ക് ബലഹീനതകളൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നോക്കൂ, നിലവിൽ പിർപഞ്ചലിന്റെ തെക്ക് ജമ്മു മേഖലയാണ് ഭീകരരുടെ ഹോട്ട്സ്പോട്ട്. കഴിഞ്ഞ 1.5 വർഷമായി അത് ജമ്മുവിനെ നരകമാക്കി മാറ്റിയിട്ടുണ്ട്. ധാൻഗിരിയിലെ ജിഹാദി ആക്രമണത്തിൽ തുടങ്ങി ഈ പ്രവണത തുടരുകയാണ്. ജിഹാദിന്റെ തുടർച്ചയായി റിയാസി ജില്ലയിലെ തര്യാത്തിന് സമീപം ശിവ്ഖോറി ഭക്തരുടെ ബസ്സിന് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തിയിരുന്നു. വർഷം മുഴുവനും ശിവ്ഖോറി ദേവാലയത്തിൽ നാട്ടുകാരും തീർത്ഥാടകരും എത്താറുണ്ടെങ്കിലും ഇത്തരമൊരു സംഭവം ഈ പ്രദേശത്ത് മുമ്പുണ്ടായിട്ടില്ല. ഈ മാരകമായ ആക്രമണത്തിൽ 10 തീർത്ഥാടകർ വെടിയേറ്റ് കൊല്ലപ്പെടുകയും 31 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹിന്ദു തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഈ ഹീനമായ സംഭവം രാജ്യമെമ്പാടും ഞെട്ടിപ്പിക്കുന്ന തരംഗങ്ങളാണ് സൃഷ്ടിച്ചത്. ദോഡയിലും കത്വയിലും തുടർച്ചയായ ആക്രമണങ്ങൾ നടന്നു. ജമ്മുവിനെ തീവ്രവാദികളിൽ നിന്ന് മോചിപ്പിച്ചതായി മുൻ DGP പ്രഖ്യാപിച്ചിട്ടും അത് സുരക്ഷിതമല്ല എന്ന പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് ജമ്മു പെട്ടെന്നുണർന്നു എന്ന് വേണമെങ്കിൽ പറയാം. പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മാതാ വൈഷ്ണോ ശിവ്ഖോറി തീർത്ഥാടകർക്കെതിരായ ഭീകരാക്രമണം ഹിന്ദു മതത്തിനെതിരായ ഉയർന്ന ഭീഷണിയെ അടിവരയിടുന്നുണ്ട്. ഹീനമായ കുറ്റകൃത്യം നടത്താനും രക്ഷപ്പെടാനും ഭീകരരെ സഹായിച്ചതിന് സുന്ദർബനി തഹ്സിലിലെ ബന്ദ്രായി ഗ്രാമത്തിലെ ഹക്കീം ദീൻ എന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രാദേശിക ഗൈഡുകളുടെ സഹായത്തോടെ ഹിന്ദു തീർത്ഥാടകർക്ക് നേരെയുള്ള ഈ ആക്രമണം ഒരു അപവാദമല്ല. എന്നാൽ ഇത്തരം സംഭവങ്ങളെ നിർണായകമായി തന്നെ കാണണം. ഭീകരതയുടെ വിത്ത് ഇന്ത്യയിൽ വിതയ്ക്കാൻ സ്വദേശികളുടെ സഹായം ഒരു കാലത്തും വെച്ചുപൊറപ്പിക്കാനാകാത്തതാണ്. പിർപഞ്ചലിന്റെ തെക്ക് ഭീകരവാദത്തിന്റെ പുനരുജ്ജീവനത്തിന് അനുയോജ്യമാണ് എന്നതും എടുത്തു പറയണം. അതേപോലെ തന്നെ ജമ്മു പ്രദേശത്ത് പച്ചപ്പ് നിറഞ്ഞ വനങ്ങളും ഗുഹകളുള്ള മലനിരകളുമുണ്ട്. പരമ്പരാഗതമായി നാടോടികളായ പാസ്റ്ററൽ കമ്മ്യൂണിറ്റികൾ സീസണൽ മൈഗ്രേഷൻ സമയത്ത് ഈ പ്രദേശങ്ങളിൽ പതിവായി എത്താറുമുണ്ട്. എന്തായാലും ജമ്മുവിൽ അശാന്തി പടർത്താൻ ഭീകരവാദികൾ തുനിഞ്ഞിറങ്ങിയതുപോലെ തന്നെ മേഖലയിൽ ശാന്തി പടർത്താൻ ഇന്ത്യൻ സൈന്യവും സദാ രംഗത്തുണ്ട്. വിനോദസഞ്ചാരം ജമ്മുവിന്റെ ജീവിതരേഖ തന്നെയാണ്. അതിനാൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ചരിത്ര സ്ഥലങ്ങളും കൂടുതൽ സുരക്ഷിതമാക്കേണ്ടതുണ്ട്. എന്തായാലും അതിർത്തികളിലെല്ലാം അതീവ ജാഗ്രതയോടെയാണ് സൈന്യം അണിനിരന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പത്താൻകോട്ടിൽ സായുധരായ 2 പേരെ കണ്ടെത്തിയതിനെ തുടർന്ന് സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചാബ് പോലീസും അതേപോലെ സൈന്യവും അതിർത്തി രക്ഷാ സേനയും പത്താൻകോട്ടിൽ വൻ തിരച്ചിൽ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗുരുദാസ്പൂർ ജില്ലയിലെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഗുരുദാസ്പൂരിലെ ദിനാനഗർ 2015 ഭീകരാക്രമണത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ 2016 പത്താൻകോട്ട് വ്യോമതാവളം ഭീകരർ ആക്രമിച്ചിരുന്നു. എന്തായാലും ഇന്ത്യയിൽ ഭീകരാക്രമണം വിതയ്ക്കാൻ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ വിത്തുകൾ പാകാൻ ശ്രമിക്കുന്നവരെ സദാ ജാഗ്രതയോടെ ഇന്ത്യൻ സൈന്യം നിരീക്ഷിക്കുകയാണ്. ഭീകരവാദികളെ വേരോടെ പിഴുതെറിയാൻ ശക്തമായ പ്രതിരോധ കവചം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതു വിധേനയും നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്ന തീവ്രവാദികളെ മുച്ചൂടും നശിപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യൻ സൈന്യം അണിനിരന്നിട്ടുള്ളത്.